സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുന്ന കേട്ടോ കുറച്ചുകൂടെ എളുപ്പം. ഈ എഡിറ്റിങ്ങും എടുക്കലും ഇതൊക്കെ കൂടെ സമയം കിട്ടാത്ത സമയത്ത് ഒരു പാട്ടം കിട്ടി കഴിഞ്ഞാൽ വീഡിയോ ആയല്ലോ എന്ന് വിചാരിക്കായിരുന്നു. ഇപ്പോൾ ChatGPT അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാതെ വേറെ നിവൃത്തിയില്ല. ഭൂരിഭാഗം ആൾക്കാർക്കും സ്വന്തം തന്നെ സൗണ്ട് കേൾക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ മറിച്ചാട്ടോ, എനിക്ക് എൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ ആൾക്കാർ പറയും, ഒരു കീക്കി സൗണ്ടാണ് നിനക്ക്, വലിയ ഗാംഭീര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഞാൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതെൻ്റെ സൗണ്ട്, എനിക്ക് ഇങ്ങനെയാണ്, അപ്പോൾ ഞാൻ എൻ്റെ സൗണ്ടിനെ ഇഷ്ടപ്പെടല്ലാതെ വേറെ വഴിയില്ലല്ലോ. പക്ഷെ വേറെ ചിലർ പറയാറുണ്ട് കൊച്ചു പിള്ളേരുടെ കൂട്ട് സൗണ്ടാന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ക്യൂട്ടാന്നല്ലേ? അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും ഞാനിങ്ങനെയാട്ടോ, എൻ്റെ ഒരു കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ അങ്ങ് പൊക്കിക്കൊണ്ടേയിരിക്കും. ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അഞ്ചേച്ചിയും പാച്ചു അമ്മും കൂടെ വെലങ്ങിലോട്ട് പോവുകയാണ്. അലോഷീനെയും ചേട്ടനെയും കൂട്ടുന്നില്ല കേട്ടോ. അവരിപ്രാവശ്യം നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നില്ല, അവരിവിടെ കിടന്നോട്ടെ. അപ്പോൾ അലോഷി ഇവിടെ നിന്നോളും. അലോഷി അപ്പോൾ ഇവിടെ നിൽക്കണമെങ്കിൽ കുറച്ച് സാധനം എന്തെങ്കിലും വേണം. വലിയ പുള്ളിയും ഭയങ്കര കുക്കാണ്, എന്നെക്കാളും വലിയ കുക്കാണ്. എന്നാലും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ടൊക്കെ ഒന്ന് ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണേ. വൈകുന്നേരത്തിന് മുമ്പെങ്കിലും വീട്ടിൽ കയറണം എന്നൊക്കെയാണ് പ്ലാനേ. മമ്മി എപ്പോഴും പറയും, നിങ്ങളൊരു ഉച്ചയാകുമ്പോഴേക്കെങ്കിലും വാ, എന്നാലല്ലേ ഒന്ന് സംസാരിച്ചിരിക്കാനൊക്കെ സമയം കിട്ടുള്ളൂ എന്ന്. പക്ഷേ എൻ്റെ കയ്യിലിരിപ്പുണ്ട് എപ്പോഴും രാത്രിയാവാറ പതിവേ. ഈ സമയമൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല മഴയാണ്. ഇന്നും എന്തായാലും ലേറ്റ് ആവാനാണ് ചാൻസ്. എനിക്ക് ശരിക്കും പണി തന്ന സാധനം ഈ മീനാണ്. ഈ മീനിനെ ഒന്ന് തിരുമ്മി കൂട്ടി വെക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. ഇതാണെങ്കിൽ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കട്ടയായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അത് കുറച്ച് ടൈം എടുത്തു. അങ്ങനെ ഒരു മഴയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പാച്ചുവിനെ അമ്മച്ചി മതി, ഞങ്ങളാരും വേണ്ട. കാരണമുണ്ട്, ഞങ്ങളൊക്കെ ഫുൾ റെസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു പണിയെടുക്കില്ല. ഫുൾ പണിയെടുക്കുന്ന ആള് മമ്മി തന്നെയായിരിക്കും. അപ്പോൾ പണിയെടുത്ത് നടക്കുന്ന ആള് മമ്മി ആയതുകൊണ്ട് തന്നെ മമ്മിയുടെ തോളെ കയറിയിരിക്കുവാണെങ്കിൽ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നടക്കാലോ എന്നാണ് പാച്ചുവിൻ്റെ വിചാരം. നമുക്ക് തോന്നുന്നത് അങ്ങനെയാണേ. പണ്ട് കല്യാണത്തിന് മുമ്പ് അഞ്ചേച്ചിയൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് മമ്മി സഹായിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പം അഞ്ചേച്ചി പറയും, കുറച്ച് കഴിയുമ്പോൾ നീ പഠിച്ചോളുന്നു. ഇപ്പം ശരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായി. ഞാനും ഇപ്പം അഞ്ചേച്ചിയുടെ ഓരം ചേർന്നിങ്ങനെ ഇരിക്കും. ഇപ്പോഴത്തെ എൻ്റെ വേറൊരു പ്രശ്നമാണ് പാച്ചുവിൻ്റെ ഫുഡ്. ഈ മാസം കടന്നു ചെല്ലും തോറും ഫുഡിൻ്റെ ഈ സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇത്രയും കാലം ഞാൻ കുറുക്കും ഈ ചോറൊക്കെ അരച്ചാ കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അതൊന്നും പറ്റില്ല. അതൊക്കെ ഇങ്ങനെ പീച്ചി കൊടുക്കണം എന്നുള്ളൊരു സ്റ്റൈലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയാ. ഇതിവൻ വല്ല ചോക്ക് ചെയ്യുമോ, ചോക്ക് ചെയ്താൽ എന്ത് ചെയ്യണം, എനിക്കങ്ങനെ എടുത്തിടിക്കാനൊന്നും അറിയാൻ പാടില്ല. അപ്പം അത് ഭയങ്കര ടെൻഷനാണ്. ഇവൻ മര്യാദയ്ക്കൊന്ന് കുറുക്കും ചോറരച്ചതൊക്കെ ഒന്ന് കഴിച്ച് വരികയായിരുന്നു. അപ്പോഴേക്കും അത് മാറ്റേണ്ട ടൈമായി. എന്നാലേ ഇവൻ്റെ ഈ സ്റ്റീൽ ബോഡിയിലേക്ക് പിടിക്കുകയുള്ളൂ എന്ന്. പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ സമയം ഒത്തിരി പോയായിരുന്നേ. കപ്പയും മീൻകറിയായിരുന്നു മമ്മി ഉണ്ടാക്കിയത്. അതൊക്കെ ഇടുപിടിയെന്ന് ഉണ്ടാക്കി തന്നു. പക്ഷെ കഴിച്ചതും കിടന്നതൊക്കെ 1 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ പാച്ചുവിനാണെങ്കിൽ രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നമായിരുന്നു, ഇങ്ങനെ എഴുന്നേറ്റിരുന്നങ്ങ് കരയും. അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ കൂടെ എല്ലാം അന്ന് കിടന്നത്. ഞാൻ അഞ്ചേച്ചിയുടെയും മമ്മിയുടെയും ഇടയ്ക്ക് അവനെ കിടത്തിട്ട് ഞാൻ മാറിക്കിടന്നു. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉറങ്ങി. അഞ്ചേച്ചിക്കും മമ്മിക്കും അങ്ങോട്ട് ഉറക്കം ശരിയായില്ല എന്ന് പറയുന്നത് കേട്ടു. ഇപ്പോഴാട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഉറക്കത്തിൻ്റെ വിലയൊക്കെ മനസ്സിലായത്. പണ്ടൊക്കെ എന്തോരം സമയം ഉണ്ടായിട്ട് ഞാൻ വെറുതെ മറ്റേ സീരീസൊക്കെ കണ്ട് ചുമ്മാ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എപ്പോൾ കിട്ടിയാലും ഉറങ്ങണം എന്നൊരു ചിന്തയുണ്ടെങ്കിലും സമയം കിട്ടത്തില്ല.
അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. വൈകുന്നേരമായി. ഇനി ഞങ്ങൾക്കൊന്ന് പള്ളിയിലും കൂടെ പോയിട്ട് വേണം വീട്ടിലോട്ട് പോവാൻ. കരയുവാണോ ചിരിക്കുവാണോ? 1 2 3 4 1 2 3 4 1 2 3 4. അങ്ങോട്ട് പറയില്ലേ?